ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ മൈക്കിൻ്റെ കുഴപ്പമാണ്, ഫോണിൻ്റെ മൈക്കിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു മൈക്കൊക്കെ ഞാൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ടൊക്കെ കേൾക്കാം. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അത് നിങ്ങൾക്കുള്ള സന്ദേശം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരിത് ഇതിനകത്ത് കാണും കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന നെഗറ്റീവിനെ ഒന്നും എൻ്റെ എനർജിയാണെന്നും പറഞ്ഞ് നിങ്ങൾ എടുക്കാതിരിക്കുക. അപ്പം എല്ലാവരും ഒന്ന് സമാധാനമായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണുക. ഞാൻ ഇപ്പോഴും പറഞ്ഞ് ഇടയ്ക്ക് സൗണ്ട് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് റെഡിയാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം സമാധാനമായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഞാൻ ഇവിടെയും ടാഗ് ചെയ്തേക്കാം നമ്പർ കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയച്ചിട്ട് ഞാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേലും റിപ്ലൈ അയക്കും. അതുപോലെ കോൾ ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴേലും അതിന് ഇത് തരുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കി വിടത്തില്ല, മനഃപൂർവ്വം ഒഴിവാക്കി വിടത്തില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്നോളൂ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട് എന്താണെന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ഈ നിമിഷം ചിന്തിക്കുന്നത് എന്നാണ് കേട്ടോ. ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കറണ്ട് സിറ്റുവേഷൻ, അതായത് മോർണിംഗ് തോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതാണെങ്കിൽ അവിടെ അൺഹാപ്പി ആണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പണിയെടുക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അതിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് അവിടുത്തെ ഒരു അവസ്ഥയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഒരുപാട് പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. സ്വന്തം കാര്യം നോക്കി നിൽക്കുന്നു. ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി സ്വന്തം കാര്യം നോക്കുന്നു. അതുപോലെ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുവോ, എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പണം കൊടുക്കുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല പണിയെടുക്കുന്നുണ്ട്. ഒരുപാട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത് വേറൊന്നിനുമല്ല, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, ഫാമിലിയുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഒരുപാട് പണിയെടുക്കുന്നൊരവസ്ഥ. സ്വന്തമായിട്ട് എരിഞ്ഞു തീരുക എന്ന് പറയത്തില്ലേ, കുടുംബത്തിന് വേണ്ടിയിട്ട്. അതായത് സ്വന്തം സന്തോഷങ്ങൾ ത്യജിച്ച് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള കുറച്ച് വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. അയാൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്, എന്നാൽ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നുണ്ട്. അയാളുടെ മുന്നിൽ 4 of Cups, അതായത് അയാൾക്ക് കൺമുന്നിൽ അയാൾക്ക് വേണേൽ ചൂസ് ചെയ്യാം, നല്ല രീതിയിലുള്ളത് ചൂസ് ചെയ്യാം. പക്ഷേ അയാളതൊന്നും കാണുന്നില്ല. കുടുംബത്തിന് വേണ്ടിയിട്ട് ഇതാകുന്നു. അതുപോലെ തന്നെ അയാളുടെ സന്തോഷങ്ങൾ, അയാളുടെ ഫീലിങ്സ് ഒക്കെ അയാൾ ഉള്ളിൽ ഒതുക്കി കരയുന്ന, ഉറങ്ങാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടിക്ക് സെലിബ്രേഷൻ ചെയ്യാനും, തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ, അതായത് തേർഡ് പാർട്ടിക്ക് സന്തോഷിക്കാനും വേണ്ടിയിട്ട് സ്വയം ബലിയേടാകുക എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ കുറച്ച് വ്യക്തികളുടെ എനർജിയാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. കിങ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിലേക്ക് കുതിച്ചു വരണം, നിങ്ങളിലേക്ക് ഓടി വരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ദ സ്റ്റാർ കാർഡാണ്. നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സമാധാനമായിട്ടൊരിത് ജേണി വേണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ ഈഗോ ഹേർട്ടാകും കേട്ടോ. അങ്ങനെ വരണമെങ്കിൽ പോലും ദ എംബ്രർ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അതായത് ഈഗോയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈഗോ ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് പെട്ടെന്ന് തോന്നുമെങ്കിലും പെട്ടെന്ന് അയാളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു തോട്ട് പോകും. കാരണം എന്താ, എംബ്രർ അയാളൊരു ഈ ഒരു ഈഗോ സിറ്റുവേഷനാണ് ഇരിക്കുന്നത് കേട്ടോ. ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈഗോ ഹേർട്ടാകും. അങ്ങനെ വന്നാലും, നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വന്നാൽ ഈഗോ ഹേർട്ടാകും. അതുകൊണ്ട് തന്നെ വരാൻ ഉള്ള മൈൻഡൊക്കെ, അത് ചിന്തിക്കുന്നേ ഉള്ളൂ. വരണം എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഈഗോ കയറി വരുന്നൊരു അവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ബ്ലെസ്സിങ്സ് കൊടുക്കുന്നുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ അദ്ദേഹത്തിന് ചൂസ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സന്തോഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സന്തോഷിക്കാം. പക്ഷേ അയാൾ അതൊന്നും വേണ്ട, വേറൊരു രീതിയിലുള്ളൊരു തോട്ടുമായിട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് അയാൾക്ക് അതൊന്നും വേണ്ട. വേണമെന്ന് ചോദിച്ചാൽ അയാൾക്ക് വേണം. അയാളുടെ ഫീലിങ്സിനെ അയാൾ ഇത് ചെയ്ത് വെച്ചിരിക്കുക, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നൊരവസ്ഥയാണ് ഇത് കാണിക്കുന്നത്, കണ്ടില്ലേ. അതായത് ഒരു ഓൾഡ് എനർജിയുടെ പുറകെ പോകുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓൾഡ് എനർജി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി പേഴ്സൺ ആയിരിക്കാം. അതായത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്.
ചിലപ്പോൾ മെച്യൂരിറ്റി, ഒരുപാട് ഓൾഡ് എനർജി എന്ന് പറയുമ്പം ഓൾഡായിട്ടുള്ള ഒരാളായിരിക്കത്തില്ല, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, നമ്മൾ കാരണം പേരെടുത്ത് പറയാനുള്ള സോഴ്സ് ഇല്ല, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിരിക്കാം, ഓൾഡ് എനർജിയാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് ഒരുപാട് മെച്യൂരിറ്റി ഉണ്ട്, മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അവരുടെ ഒരു പിടിയിലാണ് ശരിക്കും പറഞ്ഞാൽ അവർ അതായത് അവർ വിരിക്കുന്ന ഒരു വലയെന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. എങ്കിൽ പോലും ക്യൂൻ ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. അവരുടെ സിറ്റുവേഷനിൽ എല്ലാവരും നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കൊടുത്ത കപ്പ് ഓഫറുകളെല്ലാം തട്ടിത്തെറിപ്പിച്ച് പോയൊരവസ്ഥയും കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാർഡും കൂടി എടുക്കാം. പേഴ്സണ് പറയാനുള്ള മെസ്സേജും നമുക്കൊന്ന് ചെക്ക് ചെയ്യാവേ. കുറച്ച് കാർഡും കൂടി എടുത്തതിന് ശേഷം നമുക്ക് പേഴ്സണ് പറയാനുള്ള മെസ്സേജും കൂടി നമുക്കൊന്ന് നോക്കാം. മോർണിംഗിൽ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടും ഉണ്ട്. തേർഡ് പാർട്ടി മൂലം, അതായത് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കേട്ടോ. തേർഡ് പാർട്ടി മൂലവും നിങ്ങൾ മൂലവുമാണ് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അവിടെയും ഹാപ്പി അല്ല, അവിടെയും ഒരു എന്താ പറയുന്നത്, സ്വന്തം ഇത് മാറ്റി വെച്ചിട്ട് അവിടെയും ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നാൽ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഭയങ്കര പെയിനാണ് കേട്ടോ. പെയിൻ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഈ അയാളെന്ന് പറയുന്നുള്ളൂ, നിങ്ങളുടെ അവസ്ഥയായിട്ട് ആരാണോ ആ വ്യക്തിയുടെ ഇതായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. നിങ്ങൾ ഇന്ന് ഈ കാണുന്ന വ്യക്തികൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ ആ രീതിയിൽ എടുക്കുക കേട്ടോ. അതുപോലെ യാചിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അടുത്ത്. ദ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു എന്താ പറയുന്നത്, ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഉണ്ട്, എന്നാൽ സ്ട്രോങ് അല്ല, എനർജി താൽക്കാലികം മാത്രമാണ് കേട്ടോ. പേജ് ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്. എന്താ പറയുന്നത്, നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അയാൾ നല്ല രീതിയിൽ. അയാളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ആയിട്ടിരിക്കുമ്പോഴും അയാൾ സ്പൈ ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഈഗോ ഉണ്ട്. ജസ്റ്റിസ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഇതിനൊരു നീതി കൊടുക്കുമോ, അല്ലെങ്കിൽ ദൈവം ഇതിനൊരു നീതി കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു വഴി തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ട്. അയാൾ ചിന്തിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധി പ്രയോഗിച്ച് അയാൾക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നിലേക്ക് വരാമെന്നുള്ളതേ ഉള്ളൂ ആ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന്. പക്ഷേ അയാളത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അയാളുടെ സ്റ്റെബിലിറ്റി, അയാളുടെ ഫാമിലിയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അച്ഛനമ്മ അങ്ങനെയൊക്കെ ആയിരിക്കാം, ഫാമിലിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതായത് സ്വയം ത്യജിച്ച് നിൽക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നല്ല പെയിൻ ഉണ്ട്, നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നല്ല പെയിൻ. കാരണം അവിടെ ഇപ്പം എന്തൊക്കെ ഓഫറുകൾ അവിടെ അയാൾക്ക് കിട്ടിയാലും നിങ്ങളെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മുറുകെ പിടിച്ചിട്ടുമുണ്ട്, നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് സ്വാർഡ്സ് പറയുന്നത് നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളിനി ആരെങ്കിലും കൂടെ പോയോ, നിങ്ങളിനി കാത്തിരിക്കുമോ, അങ്ങനെയൊക്കെ ഉള്ള, ഇനി നിങ്ങൾ വരുന്നോടം വരെ നിങ്ങളിപ്പം അയാളില്ലെങ്കിലും മറ്റൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുമോ, അങ്ങനെയൊക്കെ ഉള്ള ചിന്ത അയാളെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് കേട്ടോ. ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പേഴ്സണാണ്, എന്നാൽ മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് നിൽക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ കൂടെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജും കൂടി എടുക്കാം. ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ റെസിനേറ്റ് ആയില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് റെസിനേറ്റ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജും കൂടി ഒന്ന് നോക്കാമേ. ട്രാവലർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി കോൾ മീന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മൈ സൺ, നിങ്ങൾ ആ വ്യക്തിയുടെ സണ്ണാണ്, വെളിച്ചമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടച്ച് മീ, ഇത് ഫിസിക്കലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ കാണും ഇതിനകത്ത്. ചിലപ്പം ഫിസിക്കലായിട്ടുള്ളത് തോന്നുമ്പോഴത്തേനും ബന്ധം മുമ്പോട്ട് പോകാം. നിങ്ങളോട് ചിലപ്പം ഫിസിക്കലായിട്ടുള്ള ഒരു അപ്പിയറൻസ് മാത്രമേ കാണത്തുള്ളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട് കേട്ടോ. ടച്ച് മീ, അങ്ങനെയുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോൾ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈ സൺ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വെളിച്ചമാണ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ട്രാവലർ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് വണ്ടി ഓടിക്കുന്ന അങ്ങനെ വല്ലതും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊരു പുതിയ യാത്രയ്ക്ക് തുടക്കം ഇടുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇതിനകത്ത് നമ്പർ കിടപ്പുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പം നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് തന്നെ ഓം നമഃ ശിവായ.